സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ രാമൻ, രാവണൻ, പിന്നെ മഹാബലി, വാമനൻ ഇങ്ങനെയുള്ളവരെയൊന്നും യാതൊരു തരത്തിലും വലിയ സംഭവമായിട്ട് കാണുകയോ പറഞ്ഞ് പ്രചരിപ്പിക്കുക അവർക്ക് ജയ് 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 വിളിച്ച് നടക്കാനൊന്നും ഇല്ല. കാരണം അങ്ങനെ വിളിപ്പിക്കാനും പറയുന്നില്ല. കാരണം ഇതെല്ലാം കഥാപാത്രങ്ങളാണ്. നമ്മളിപ്പോൾ പറയുന്നത് രാമൻ്റെ കഥ, രാവണൻ്റെ കഥ, മഹാബലിയുടെ കഥ എന്നാണ് പറയുന്നത്. മഹാബലിയൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നവരേ അല്ല. അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു കഥയുമില്ല. കേരളത്തിലേക്കും ബ്രാഹ്മണർ വന്നപ്പോൾ അവർ ഇവിടെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സംഭവങ്ങളെ മാച്ച് ചെയ്ത് അവിടെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി അതിനെതിരെ വാമനനെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചൊരു കഥയാണ്. മഹാബലിക്ക് തുല്യമായ അതേ കഥ നോർത്ത് ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മഹാബലി എന്ന് പറയുന്ന അതേ രാജാവിൻ്റെ റോളുള്ള നോർത്ത് ഇന്ത്യയിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കഥയുണ്ട്. ആ കഥയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ശ്രീരാമനെക്കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ പറയണ്ടല്ലോ. എല്ലാ കഥകളും വായിക്കുമ്പോൾ മൊത്തം നെഗറ്റീവാണ്. സമൂഹത്തിൽ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കഥകളാണ്, ചരിത്രമല്ല. പിന്നെ ഞാൻ എങ്ങനെ അംഗീകരിക്കും?